ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാരേജ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് നമ്മൾ നേരെ വിലേഷിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ജിജുവിൻ്റെയും അഖിലയുടെയും കല്യാണം. ഇപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. ലച്ചു അമ്മൊക്കെ സെയിം ഡ്രസ്സായിരുന്നു. അത് അമ്മും അബിയും ശരത്തും എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാ ഹോൾ ഫാമിലി ഉണ്ട് അവിടെ. അപ്പോൾ അത് അങ്ങനെ രാവിലത്തെ ഞങ്ങളുടെ അവിടെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഇങ്ങനെ താലിയും പൊടിവും എടുക്കാനൊരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ സെറ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ വലിയമ്മ ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്തി, പിന്നെ വലിയച്ഛൻ, പിന്നെ എല്ലാവരും ചാച്ചന്മാരും അമ്മയും മേന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പറയാൻ തന്നെ കുറേ പേരുണ്ട്. എല്ലാവരെയും മീൻസ് എല്ലാവരും നമ്മുടെ അവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വലമൊക്കെ വെച്ച് നമ്മൾ ഈ താലിയും പുഴ എടുക്കുന്നത് പെങ്ങന്മാരാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അവിടെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓരോ ജില്ലയിലും ഇങ്ങനെ രാവിലെ ഈ ചടങ്ങൊക്കെ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ താലിയും പുടവ എടുത്തിട്ടാണ്, ആ ഒരു പുടവയാണ് അന്നത്തെ ദിവസം കല്യാണപ്പെണ്ണ് ഇടുന്ന സാരി കേട്ടോ. ആ സാരി എടുക്കേണ്ടതാണ്. താലിയും ഇതൊക്കെ നമ്മൾ ഈ രാവിലെ നേരത്താണ് ഇവിടെ എടുക്കുക. ഒരു ടൈം ഉണ്ടാവുമല്ലോ, മുഹൂർത്തം ടൈം എന്നൊക്കെ നോക്കിയിട്ട് അത് നല്ല നേരം നോക്കിയിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. ഈ താലിയും പുടവ എടുക്കുന്ന ചടങ്ങൊക്കെ പെങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ സൈഡൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനായിരുന്നു ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അവൻ വന്നിരുന്ന് ജിജു വന്നിരുന്ന് അവനെ കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ താലിക്കായിട്ടുള്ള നൂല് ഇതുപോലെ രണ്ടാളും കൂടി ഇങ്ങനെ രണ്ട് സൈഡ് രണ്ടാളെ പിടിച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അത് അച്ഛനുണ്ട് അവിടെ. എന്നിട്ട് അതിൽ മഞ്ഞളാണ് തേക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ശ്രീനാരായണഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എൻ്റെ ഊഴം. അപ്പോൾ ഞാൻ എൻ്റെ താലി പുടവയും താലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വലം വയ്ക്കുകയായിരുന്നു. ഇന്ന് ഓരോരുത്തരും ഓരോ കമൻറ്റ് പറയേണ്ടത് ഞാനിങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 വലം വെച്ചു കേട്ടോ. 3 വലം വെച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ജിജുവിന് കൊടുത്തു. അങ്ങനെയായിരുന്നു നമ്മുടെ ചടങ്ങ്. ഇതാണ് താലിയും പൊടിയും എടുക്കുന്ന ചടങ്ങ് കേട്ടോ. എനിക്കൊണ്ട് ആൾമോസ്റ്റ് എല്ലാവരുടെയും ഉണ്ടാകും, പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ അവരവിടെ വാങ്ങി വെച്ചിട്ട് എന്നിട്ട് പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് തരും. അവൻ എന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ആ ഒരു പരിപാടി ഇതായിരുന്നു കേട്ടോ. അത് രാവിലെ നേരത്തെ കഴിഞ്ഞിരുന്നു കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞിരുന്നു. ഇതായിരുന്നു നമ്മുടെ പുടവ താലിയൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ മണ്ഡപത്തേക്ക് പോയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പേര് മാത്രം, അതായത് അഖിലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത് റെഡിയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മേക്കപ്പ് ചെയ്യാനുള്ള ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മണ്ഡപത്തേക്കാണ് കേട്ടോ. മണ്ഡപത്തിൽ നേരെ അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ മണ്ഡപത്തിൽ ഒരുങ്ങിയിട്ട് അമ്പലത്തേക്ക് വന്നു. വലിയാവിലായിരുന്നു. പിന്നെ ഇനി അവിടെ നിന്നുള്ള അഖിലയുടെ സൈഡിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ ഇങ്ങനെ താലമൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ വെൽക്കം ചെയ്യണം കേട്ടോ. നമുക്ക് ആ താലമൊക്കെ കൊണ്ടുവന്ന് തന്നു. നമ്മളിത് വാങ്ങിയിട്ട് തിരിച്ച് അവിടെ കൊണ്ട് വയ്ക്കും. അതാണ് ഇനിയുള്ളൊരു ചടങ്ങ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഹോൾ കല്യാണമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻഡ്രോമഡയാണ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എല്ലാവരും വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കുറേ പേരുണ്ട്. ഐഷു, ഞാനും അമ്മും പിന്നെ മേഘ, അങ്ങനെ കുറേ പേരുണ്ട്. ഞങ്ങൾ 5-6 പേര് വാങ്ങിയിട്ട് ഞങ്ങൾ എന്നിട്ട് തിരിച്ചങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതായത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വലിയാവിലായിരുന്നു കേട്ടോ നമ്മൾ താലി കെട്ടുണ്ടായിരുന്നത്. അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റായി നിൽക്കുകയാണ്. താലി കെട്ടാൻ വേണ്ടിയിട്ട് സെറ്റായി നിൽക്കണം. അപ്പോൾ ഇത് അഖില വന്നിട്ടുണ്ട്. പിന്നെ ചന്ദനം ഇട്ട് കൊടുക്കുക, ഇങ്ങനത്തെയുള്ള നോർമൽ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മാല ഇട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് അടുത്തൊരു ചടങ്ങ്. ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ വീഡിയോ, കാരണം ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് എടുത്ത കാരണമാണ്. വേറൊരു ഇതിലായിരുന്നു എടുത്തിരുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സൈഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എവിടെ നിൽക്കുന്നത് ആകെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ മുടിയൊക്കെ പൊത്തിച്ച് കൊടുക്കണമല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കേട്ടോ.
അപ്പോൾ ഞാൻ അങ്ങനെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ സാരി അവിടെ വിളക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ചാച്ച അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അവൻ താലി കെട്ടുകയാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് പ്രാവശ്യം കെട്ടണമായിരുന്നു. അപ്പോൾ എല്ലാം 3 പ്രാവശ്യം അങ്ങനെ കെട്ടിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാലയിട്ട് കൊടുക്കലായിരുന്നു. എൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെയും ഞാൻ ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് എന്നാൽ ഇവിടെ എല്ലാവരും അങ്ങോട്ട് നിൽക്കാൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നതായിരുന്നു. പിന്നെ അങ്ങനെ വന്നു. പിന്നെ മുടിയുടെ ആൾക്ക് ശരിയാക്കി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാലയിട്ട് കൊടുക്കുക. അങ്ങനെ ഇതിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള നോർമൽ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ്. അമ്മോ ലക്ഷ്യമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ ഡ്രസ്സ് നമ്മൾ സെൻവീസ് ബുട്ടിക്ക് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ പിൻ ചെയ്യാം ഡീറ്റെയിൽസൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിങ്ങനെ വലം വെച്ചു കേട്ടോ. നമ്മൾ അവിടെ ഇങ്ങനെ 3 റൗണ്ട് വലം വെച്ചു. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അമ്പലമൊക്കെ വലം വെച്ചിട്ട് പിന്നെ അപ്പോൾ ഇവയിൽ ഹിംലൈറ്റിനും കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവളും സുഖമായിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാം ചെറിയ ക്ലിപ്സുള്ളൂ. ഇവിടെ എത്തിയപ്പോൾ ഈ വ്ളോഗ് ചെയ്യേണ്ട കാര്യമേ മറന്നുപോയി. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് ക്ലിപ്സുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകഴിഞ്ഞിട്ട് നമ്മളിതാ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക, നമ്മൾ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ വീട്ടിൽ പോകണം. ഇവിടുത്തെ രാവിലത്തെ ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ അമ്മയും വലിയമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ വിളക്കുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ, ഞാൻ മേമ പിന്നെ ഞങ്ങൾ ജിജു അമ്മ എല്ലാവരും കൂടെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ആരുടെയൊക്കെ കുഞ്ഞിട്ട് നമ്മളങ്ങനെ ഉള്ളിൽ കയറും കേട്ടോ. അങ്ങനെയായിരുന്നു ചടങ്ങ്. ലക്ഷ്മി രാവിലത്തെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ആൾ കുറച്ചൊക്കെ ടയർഡായിരുന്നു കേട്ടോ. കാരണം ഡ്രസ്സും ഒക്കെ കൂടെ ആയിട്ട് അവൾക്കും ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ ഇത് നമ്മുടെ ഈ സൈഡൊക്കെ ഉള്ള ചടങ്ങുകളാണ് കേട്ടോ അതൊക്കെ. ഇനി നമ്മളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ മോർണിംഗ് പരിപാടി. ഇനി നമ്മൾ റിസപ്ഷനാണ് കേട്ടോ. ഞാൻ പറയട്ടെ, നമ്മൾ വീഡിയോസ് പകുതി നമുക്ക് മറന്നുപോയി നമ്മളൊരു വ്ളോഗ് ചെയ്യണം എടുക്കുക എന്നുള്ളത്. ഓർമ്മ വരുമ്പോൾ ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് എന്നിട്ട് ഇവിടെ മധുരം കൊടുക്കുന്ന ചടങ്ങുണ്ട്. അതായത് തേങ്ങയിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മോളുടെ കുറച്ച് നടത്തവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവളിങ്ങനെ സ്റ്റെപ്പ് വെച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ അമ്മൂൻ്റെയും ലച്ചുവിൻ്റെയും ഒരു വാക്കോട് കൂടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് റിസപ്ഷനിലേക്കാണ് കേട്ടോ. ഇതായിരുന്നു റിസപ്ഷൻ. ഈവനിങ് ആയിരുന്നു. യശോദ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ റിസപ്ഷൻ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ആയ ഒരു മണ്ഡപമായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇനിയുള്ളത് ഇപ്പോൾ ലച്ചുവിൻ്റെയും അമ്മൂൻ്റെയും ഡാൻസാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.
ചെമ്പനീർ പൂക്കുന്നതാനിനക്കാ സുഗന്ധം പരത്തുന്നതാനിനക്കാ ഒരു ചെമ്പനീർ പൂവിടുത്തു ഞാനോ ഒരു വേള നിന്നെ കൂട്ടിയ